ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മീൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഒരു 15 ദിവസമായിട്ട് നമ്മൾ 5 AM മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷനാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആ ഒരു വീഡിയോ തന്നെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ് മീൽ പ്ലാനിങ് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്ന്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, എന്നാൽ കുറച്ച് പ്ലാനിങ് ചെയ്തിട്ട് തന്നെയാണ് ഭക്ഷണം വയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലോർക്കേണ്ട കാര്യം എന്തിനാണ് നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് മീൽ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് മീൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസൺസ് പറയാം. ഒന്നാമത്തെ കാര്യം, മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നേരത്തെ കൂടി ഒരു പ്ലാൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. രാവിലെ വന്ന് എന്ത് ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. ഡയറക്റ്റ് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ഇല്ല, വേഗം നമ്മുടെ പണികൾ ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ലാഭം. രണ്ടാമത്തെ കാര്യം, ഫുഡ് വേസ്റ്റേജ് ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ പണവും നഷ്ടപ്പെടില്ല, നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് വേസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കിക്കൊണ്ട് പോകാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് വെജിറ്റബിളും നോൺ വെജും ഫിഷും അതുപോലെ മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡയറ്റ് ഒരു വീക്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്നും ചിലപ്പോൾ എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കറികളൊക്കെ തന്നെ പിന്നെയും ചെയ്ത് ഒരു ഡയറ്റ് ഒരു കറക്റ്റായിട്ട് വരില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇനി മീൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഒരാഴ്ചയിൽ എന്ത് തരം ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് നോൺ വെജ് ആണോ, അല്ലെങ്കിൽ മീനാണോ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ വെജിറ്റബിൾ കറികളാണോ നമ്മൾ എപ്പോഴും വയ്ക്കുന്നത്, അതൊന്ന് നിരീക്ഷിക്കും. ഞാൻ ലഞ്ചിൻ്റെ കാര്യമാട്ടോ അപ്പോൾ ആദ്യം പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ നോൺ വെജ് വാങ്ങാറുള്ളൂ. പിന്നെ ചിലപ്പോൾ വിലയൊക്കെ ചിക്കനൊക്കെ നന്നായി കുറയുകയാണെങ്കിൽ മാത്രമാണ് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വരുള്ളൂ. എന്നാലും എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് നമ്മൾ നോൺ വെജ് വാങ്ങുക. ഇനി മീനാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം. പിന്നെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മൾ കോഴിമുട്ട വെച്ചിട്ടുള്ള കറിയും ഒരു ദിവസം പച്ചക്കറി കറികൾ, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ പച്ചക്കറി കറികളും, പിന്നെ നമ്മൾ പൾസസ് ഉണ്ടല്ലോ നമ്മുടെ കടല, മുതിര, പയർ അങ്ങനെയുള്ള ഐറ്റംസിൽ ഒരെണ്ണം ഏതെങ്കിലും ലഞ്ചിന് നമ്മൾ കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ദിവസം മാറി മാറി വ്യത്യസ്തമായതാണ് നമ്മൾ വെക്കാറ്. അല്ലാതെ ഡെയിലി മീൻ വെക്കുക അല്ലെങ്കിൽ ഡെയിലി നോൺ വെജ് അങ്ങനത്തെ രീതിയിലല്ല. കാരണം നമ്മുടെ ഇവിടെ മീൻ എന്നും വരാറുണ്ടെങ്കിലും എപ്പോഴും മീൻ മേടിക്കുന്ന രീതി അത്രയും കുറവൊന്നും നമുക്ക് മീനിന് അങ്ങനെ വരില്ല. വിലക്കുറവൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ മേടിക്കുമെങ്കിൽ പോലും എപ്പോഴും അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മിക്സായ രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മളായാലും മക്കളായാലും കഴിക്കും. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുക. ഏതെങ്കിലും ഫുഡുകൾ നമ്മൾ തീരെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ നേരവും എന്തൊക്കെ തരം ഭക്ഷണം, അത് എത്ര ക്വാണ്ടിറ്റി, എത്ര തരം കറി ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ എൻ്റെ ഒരു ശീലം, നമ്മൾ പതിവായിട്ടും രാവിലെ പലഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ദോശ, ഇഡ്ഡലി, പുട്ട്, നൂലപ്പം അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറി ആണ് നമ്മൾ കഴിക്കുക. ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിൽ ഒരു ഒഴിച്ച് കറിയും ഒരു ഉപ്പേരിയുമാണ് ഉണ്ടാക്കുക. അപ്പോൾ മീനൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിൽ മീൻ വറുക്കാറുണ്ട്, അത് എല്ലാ ദിവസവും ഒന്നും മീൻ വറുക്കലും ഇല്ല. പിന്നെ ചമ്മന്തി ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു ചമ്മന്തി നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചൊരു ചമ്മന്തി ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഒഴിച്ചുകറിയും ഒരു ഉപ്പേരിയും ചോറും അതാണ് പതിവുള്ളൂ. അതിൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറില്ല. കാരണം അത്രയും ടൈം കളയേണ്ട ആവശ്യമുണ്ട്. പിന്നെ അത്രയും ഫുഡ് ഐറ്റംസ് വെറുതെ ഒരു ദിവസത്തേക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസയാണ് നഷ്ടം വരണം. കാരണം എന്താ വെച്ചാൽ അത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് അത്രയും ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പോൾ നമ്മൾ ഒരു ഒഴിച്ചുകറിയും ഒരു ഉപ്പേരിയാണ് പതിവായിട്ട് ഉണ്ടാക്കാറുള്ളത്. വൈകുന്നേരത്തേക്കാണെങ്കിൽ ചിലർ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും. പറ്റാവുന്നതും ഞാൻ ഉച്ചയ്ക്കത്തെ കറി തന്നെയാണ് വൈകുന്നേരവും ഞങ്ങൾ എപ്പോഴും കഴിക്കുക. ഈ ചപ്പാത്തിക്ക് തീരെ മാച്ചില്ലാത്തൊരു കറിയാണെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ കറി ഉണ്ടാക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചിരിക്കുന്ന അതേ കറി തന്നെയാണ് വൈകുന്നേരവും യൂസ് ചെയ്യുക. സ്നാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ സാറ്റർഡേ സൺഡേയിലാണ് സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുക. ക്ലാസ് മക്കൾക്കുള്ള ദിവസമൊക്കെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുമ്പോൾ ദോശമാവോ അങ്ങനെയൊക്കെ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും സ്നാക്സ്, അപ്പോൾ അല്ലെങ്കിൽ ദോശ ചുട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. സ്പെഷ്യൽ സ്നാക്സ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു എല്ലാ രീതിയിലുള്ള ഭക്ഷണ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ
ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അതും നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്കുള്ള കറി മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ. അടുത്ത ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയത് ഉണ്ടാക്കും. കാരണം കുറേ ഉണ്ടാക്കി അത് ബാലൻസ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന ശീലമില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ചിലവർക്ക് ഇപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാനാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ജോലിയുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, എത്രത്തോളം ക്വാണ്ടിറ്റി, എത്ര തരം കറി ഉണ്ടാക്കണമെന്ന്. നാലാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ, ലഞ്ചിൽ, ഡിന്നറിൽ, സ്നാക്സിലൊക്കെ എന്തൊക്കെ അറിയാമെന്നൊന്ന് ലിസ്റ്റ് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ എഴുതാറില്ല. എനിക്ക് എൻ്റെ മനസ്സിലറിയാം ഇന്ന കറികൾ എനിക്ക് അറിയാമെന്ന്. അങ്ങനെ അധികം കുക്കിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല, കുറേ ഐറ്റംസ് അറിയില്ല, അല്ലെങ്കിൽ തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതി വെക്കാം. ഇന്ന ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതറിയുന്ന എല്ലാ ഐറ്റംസ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, എഴുതി വെച്ചിട്ട് നമ്മളപ്പോൾ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസി ആയിരിക്കും. എളുപ്പത്തിലുള്ള കറികൾ എഴുതി വയ്ക്കുക, ഇത്തിരി ബുദ്ധിമുട്ടുള്ളതൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് യൂട്യൂബ് വീഡിയോസ് നോക്കി ഒരുപാട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും പലതരം നല്ല റെസിപ്പീസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കി പുതിയ റെസിപ്പീസ് പഠിക്കുകയും അവധി ദിവസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരക്കുള്ള ദിവസം, ഇപ്പോൾ ജോലിയുള്ള ദിവസം അല്ലെങ്കിൽ ക്ലാസ്സുള്ള ദിവസമൊക്കെ നമ്മൾ അത് പഠിച്ച ശേഷം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ആ നേരത്തെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് പുതിയ കറികളൊക്കെ ഉണ്ടാക്കുന്നത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് ആ സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കറികളുടെ ഐഡിയാസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതെപ്പോഴും ഉപയോഗിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യണേ. നമ്മുടെ മനസ്സിലാണോ പ്ലാൻ ചെയ്ത് വെക്കുന്നത്? ചിലവർ അങ്ങനെയാണ്, എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർ അവരെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡ് ഇതുപോലത്തെ മേടിക്കാൻ കിട്ടും, ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റണത്. ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്ലാൻ നമുക്ക് അതിൽ എഴുതി വെക്കാൻ പറ്റും. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാൻ എന്ത് മെത്തേഡാണ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഫോണിലാണ് മീൽ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എഴുതി വെക്കാറുള്ളൂ. ഞാൻ ഫോണിൽ എഴുതുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു ഐറ്റമാണ് എൻ്റെ ഫോൺ. അപ്പോൾ ഫോണിൽ എനിക്കത് ഇടയ്ക്ക് നോക്കാനും പറ്റും. ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മേടിക്കണമെങ്കിൽ അത് മേടിക്കാനും ഈ ഒരു മൊബൈലിൽ എഴുതുന്നതുകൊണ്ട് എന്നെ സഹായിക്കും. കാരണം മൊബൈൽ ഞാൻ കയ്യിൽ പിടിക്കാറുണ്ട്. പിന്നെ ഫോണിൽ ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അലാറത്തിൻ്റെ ഓപ്ഷനിൽ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ദോശമാവ് അരക്കൽ, ഇഡ്ഡലി അരക്കൽ, അല്ലെങ്കിൽ നമ്മൾ കടലയോ മുതിരയോ അങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം കുക്കറിൽ വേവിക്കേണ്ട ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമുക്ക് അലാറം നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ദോശമാവ് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഇപ്പോൾ കുതിർത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ ഉഴുന്ന് പരിപ്പ് കുതിർക്കണമൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10 മണിക്ക് രാവിലെ ഒരു അലാറം വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മളൊരു അലാറം വെക്കുക അത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അലാറം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറക്കാതെ കാര്യം ചെയ്യുകയും ചെയ്യും. രാവിലെ നമുക്കൊരു ടെൻഷനില്ല. ഇല്ലെങ്കിൽ നമ്മൾ തലേദിവസം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനുള്ള കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ ഒരു പ്ലാൻ നമ്മൾ എന്ത് കാര്യത്തിനും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു അലാറം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അമിത ചിന്തയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് അലാറം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഒരുപാട് കാര്യങ്ങൾക്ക്. അടുത്തതാണ് നമ്മുടെ ഷോപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ ഫുള്ളായിട്ട് അരിച്ച് പറക്കുക. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഐറ്റംസ് കിച്ചണിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും ഇനി എന്തൊക്കെ മേടിക്കണം എന്നുള്ളതും കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ച് ഒരു മാസത്തേക്കെങ്കിലും ഉള്ള ഐറ്റംസ് എല്ലാം നമുക്ക് സെറ്റായിരിക്കണം. അനാവശ്യമായിട്ട് കടയിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അനാവശ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതും കൂടി മേടിച്ചിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടോ എന്ന് അങ്ങനത്തെയൊക്കെ ചെക്ക് ചെയ്യുക. വെജിറ്റബിൾ ആയാലും മീനായാലും ചിക്കനായാലും ആഴ്ചയിലേക്കുള്ളത് നമുക്ക് മേടിക്കാവുന്ന. അപ്പോൾ ആഴ്ചയിലേക്ക് ഞാനത് മേടിക്കുകയാണ് പതിവ്. അപ്പോൾ അത് മേടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ പ്രോപ്പറായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ കുറച്ച് ഐറ്റംസ് മേടിക്കുക. അതായത് മത്തങ്ങ മേടിക്കും, കുമ്പളങ്ങ മേടിക്കും, അങ്ങനെയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ തീരുമാനിക്കുക എന്തൊക്കെ കറികൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന്. ഇനി ഒരാഴ്ച നമ്മൾ കുറച്ച് പച്ചക്കറികൾ മേടിച്ചല്ലോ, അപ്പോൾ പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോൾ ഞാൻ വേറെ പച്ചക്കറികളായിരിക്കും മേടിക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് മേടിക്കുമ്പോൾ നമുക്കത് മടുപ്പ് തോന്നില്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഈ സെയിം തന്നെ റിപ്പീറ്റ് ആകുമ്പോൾ അത്ര രസമില്ല. അപ്പോൾ അതുകൊണ്ട് മീനായാലും പച്ചക്കറികളായാലും ഓരോ ആഴ്ച ചെല്ലുമ്പോൾ അവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ പുതിയ പച്ചക്കറികൾ വേറെ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങും. അല്ലാതെ ഞാൻ ഇവിടുന്ന് എഴുതി വെച്ചിട്ട് ആ ലിസ്റ്റ് അനുസരിച്ചിട്ടല്ല മേടിക്കാറ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന പച്ചക്കറികളും മീനിലുള്ള വ്യത്യസ്തമായ മീനുകൾ ഏതാ വന്നു വെച്ചാൽ അതനുസരിച്ച് മേടിക്കുകയാണ് പതിവ്. അപ്പോൾ അത് അങ്ങനെ ഒരു ആവശ്യമുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും മേടിച്ചുകൊണ്ട് വരും. ഇനി സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യലായിട്ട് എഴുതി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കൊണ്ടുപോവുക. അല്ലാതെ ബേസിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പച്ചക്കറികളായാലും കൃത്യമായിട്ട് അതിനുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളത് കേടുകൂടാതെ അത് പ്രിസർവ് ചെയ്യാനും കൂടി നോക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ദിവസം ആകുമ്പോഴേക്കും അത് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പച്ചക്കറികൾ കേടുകൂടാതെ
ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ അതിന് മുൻപൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരാണെങ്കിൽ ഞാൻ കണ്ടു നോക്കി അതനുസരിച്ച് ചെയ്തോളാം, എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് വെജിറ്റബിൾസൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാം. മീനായാലും ചിക്കനായാലും ഒക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഞാൻ എൻ്റെ കുക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. രാവിലത്തെ പലഹാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പച്ചരി ഉപയോഗിച്ചുള്ള പലഹാരങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പച്ചരി ചിലപ്പോൾ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അത് അരച്ചെടുത്തിട്ടാവും ദോശയിലും ഇഡ്ഡലിയിലും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളും നമ്മളിങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഈ പൊടി തന്നെയാണ് നമ്മൾ ദോശമാവ് ഉണ്ടാക്കാനായാലും വെള്ളയപ്പത്തിന് മാവ് അരയ്ക്കായാലും ഇഡ്ഡലിക്കായാലും പുട്ടിനായാലും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പൊടിയാണ് നമ്മൾ എടുക്കണത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പച്ചരി കുതിർക്കാൻ വെക്കുന്ന ആ സമയം നമുക്ക് ലാഭമാണ് ഡയറക്റ്റ് ഉണ്ടാക്കുക. ഇനി അങ്ങനെ പച്ചരി ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ട ഐറ്റംസ് ആണെങ്കിൽ ഞാൻ പച്ചരി സെപ്പറേറ്റ് വാങ്ങും. പക്ഷേ നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നമ്മൾ വറുത്ത പൊടി ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഐറ്റംസും വീട്ടിൽ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടാറുമുണ്ട്. പിന്നെ കുക്കിംഗ് ഈസിയാക്കാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നാളികേരം നമ്മൾ 2 ദിവസത്തേക്കുള്ളത് ഞാൻ ചിരണ്ടിയിട്ട് നമ്മളത് ഫ്രീസറിൽ വെക്കും. അപ്പോൾ നാളികേരം ചിരണ്ടുമ്പോൾ നമ്മൾ 2 ചിരണ്ടിയിട്ട് അത് ബോക്സുകളിലാക്കിയിട്ട് തരം തിരിച്ച് വെക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ നാളികേരം കേടുവരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും നാളികേരത്തിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് പുറത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ ഫുൾ തണുപ്പ് പോയി കഴിയുമ്പോൾ മാത്രം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി തണുപ്പ് വേഗം പോകില്ല, പെട്ടെന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഈ ഒരു നാളികേരത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നാളികേരത്തിൻ്റെ തണുപ്പൊക്കെ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെക്കും. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് നമുക്ക് വെക്കാം. ലേശം ഉപ്പ് ചേർത്തിട്ടൊന്ന് അരച്ച് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുക്കിംഗ് സമയത്ത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പച്ചക്കറികൾ അരിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ തലേദിവസം ചെയ്യാറില്ല. എല്ലാം ആ ദിവസം തന്നെ നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ചെയ്തോളൂ. പിന്നെ മീനും ചിക്കനും വാങ്ങുന്ന സമയത്ത് തലേദിവസം തന്നെ അത് ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫ്രീസറിൽ വെക്കുകയാണ് പതിവ്. മാരിനേഷൻ ചെയ്യാറില്ല, ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഇതും തലേദിവസം ചെയ്ത് വെച്ചാൽ ആ നേരത്ത് കുക്കിങ്ങിൻ്റെ നേരത്ത് ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് ചെയ്ത് തീർക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലവർക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതനുസരിച്ചായിരിക്കും നമ്മൾ കുക്കിങ്ങിൻ്റെ രീതിയൊക്കെ വരിക. അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ സിമ്പിളായിട്ടുള്ള കറികളും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ക്ലാസ് ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ദിവസം അവധി ദിവസങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. ചിലർ ആ ദിവസങ്ങളിൽ പുറത്ത് പോയി കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബോട്ടിലായ ഐറ്റംസൊക്കെ ഞാൻ വീട്ടിൽ സാധാരണ അവധി ദിവസമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് സമയമുണ്ട്, ഫ്രീ ആണ്, ഞാൻ റിലാക്സ് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. അല്ലാതെ എല്ലാ ദിവസവും വ്യത്യസ്തമായത് എന്താണ് ഉണ്ടാക്കി വെക്കുക, അവർ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കണം വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വെറൈറ്റി ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ എന്നും ചെയ്തു വരുമ്പോൾ എല്ലാവരും നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇന്നത്തെ ദിവസം ഇങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കാനാണ് ഞാൻ പരമാവധി സിമ്പിളായിട്ടുള്ളത് ക്ലാസ് ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറികളും ക്ലാസ് ഇല്ലാത്ത ദിവസം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ പണികളെന്ന് പറയുന്നത് നമ്മൾ അമ്മമാരുടെ മാത്രം ഡ്യൂട്ടിയായിട്ട് നമ്മൾ ഏറ്റെടുക്കാതെ അത് മുഴുവൻ നമ്മുടെ തലയെ കൊണ്ട് വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് കുക്കിംഗ് സമയത്ത് അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ നമ്മുടെ വീട്ടിലുണ്ട്. തേങ്ങ ചിരവി തരാം, ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഞാൻ നന്നാക്കണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നന്നാക്കി തരാം. അതുപോലെ പാത്രങ്ങൾ കഴുകാനും ഇതൊക്കെ നമ്മുടെ കുക്കിംഗ് സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ വീട്ടിൽ നമ്മൾ നോക്കുക ആർക്കൊക്കെ ഏത് ജോലികളാണ് ചെയ്യാൻ പറ്റാവുന്നതനുസരിച്ചിട്ട് ചെറിയ ചെറിയ ജോലികൾ അവർക്കും കൂടി കൊടുക്കുക. കാരണം വീട്ടിലെ ഈ പണികളെല്ലാം എല്ലാവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാവരും കൂടി ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പണികൾ കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റയടിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പതുക്കെ ചെറിയ ചെറിയ പണികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ കുട്ടികളെ പഠനവും TV കാണലും ഫോൺ നോക്കലും മാത്രമല്ലാതെ വീട്ടിലെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടി നമ്മൾ പഠിച്ചാൽ അവർക്ക് ഭാവിയിൽ എവിടെയെങ്കിലും പോയാലും അവർക്ക് എളുപ്പമായിരിക്കും. മാത്രമല്ല നമ്മുടെ ഹസ്ബൻഡ് ആയാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നേരം പോകുന്നതും അറിയില്ല, പണിയും നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് മീൽ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല, എൻ്റെ ഒരു സിമ്പിൾ രീതിയാണ് അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.